കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ചേമ്പ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ചേമ്പ് നമുക്ക് പുഴുങ്ങിയെടുത്ത് കുത്തിപ്പൊടിച്ച് കാച്ചിയെടുക്കാം. അത് ആദ്യം തന്നെ നമുക്ക് ചേമ്പ് തോലൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കാം. ചേമ്പെല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടി കുക്കറിലാണ് വേവിച്ചെടുക്കണത്. അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ആവശ്യത്തിന് ഒരു നെകക്ക വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 വിസിലൊക്കെ എടുത്താൽ മതിയാവും. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് അത് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. നമുക്കിതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിൽ വയ്ക്കുമ്പോൾ. അങ്ങനെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചേമ്പിലേക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5-10 എണ്ണം ഉണ്ടാവും. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി, ഒരു 4 വറ്റൽമുളക്. ഇതൊന്ന് നന്നായി ചതച്ചെടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. വിസിലൊക്കെ വന്നു. 3 വിസിലെടുത്തു ഞാൻ. അതിൻ്റെ പ്രഷറൊക്കെ പോയി എടുത്തു. നമുക്കത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തിക്കാച്ചി വറുത്തിടാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ഇത് ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ച് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറൊക്കെ വേണ്ടേ, പിന്നെ മഞ്ഞൾപ്പൊടി നല്ലതുമാണ്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ചേമ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം അത് ആ ഉള്ളിയും മുളകും ഒക്കെ അതിൽ ചേർന്ന് വരണം. നല്ല ടേസ്റ്റാണ്. ചേമ്പൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. ചേമ്പ് നമ്മൾ പല വിധത്തിലും ചെയ്യും. അപ്പോൾ ചേമ്പ് ഇടയ്ക്ക് ഇങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.